അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയും, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോസ് എല്ലാം കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തമ്പിനെ കണ്ട പോലെ ബിഗ് ബോസ് മലയാളം 7 കുറിച്ചിട്ട് പറയാനാണ്. അതിൽ കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രഡിക്ഷൻ എൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഡയറക്റ്റ് അറിയാനുള്ള സോഴ്സുകളൊന്നുമില്ല. പക്ഷേ നമ്മുടെ യൂട്യൂബിൽ കണ്ട ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ട് അവരിൽ നിന്നുള്ള കുറച്ച് യൂട്യൂബേഴ്സ് എല്ലാം കൂടെ കോമൺ ആയിട്ട് പറയുന്ന കുറേ പേരുകൾ വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഇവർ വരും ഒരു ഉറപ്പ് തോന്നുന്ന കുറച്ച് ആൾക്കാരുടെ പേരുകളാണ് ഞാൻ പറയുന്നത്. ഞാൻ കുറച്ച് മുമ്പേ കുറച്ച് പേരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പുതിയ കുറച്ച് ആൾക്കാരുടെ പേരുകളുണ്ട്. എല്ലാം കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് 10-11 പേരുടെ പേര് ഞാനിപ്പം പറയാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചേക്കുവാണ്, കാണാതല്ല പറയുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേപ്പറിൽ നോക്കും. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന ഫസ്റ്റ് പേര് അക്ബറിൻ്റെയാണ്. ഞാനിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആദ്യമായിട്ട് ഇപ്പം കുറച്ച് യൂട്യൂബേഴ്സ് ഇങ്ങനെ ഒരു സിംഗർ ഉണ്ട്, അക്ബറിൻ്റെ പേര് പറയുന്നുണ്ട്. അതിൽ അക്ബർ വരാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടാമത് പറയുകയാണെങ്കിൽ അനുമോളുടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനുമോൾ എവിടെ നോക്കിയാലും അനുമോളിൻ്റെ പേര് തന്നെ കാണുന്നത്. അപ്പം ആക്ട്രസ് അത് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റാർ മാജിക്കിലുള്ള അനുമോൾ വരാൻ 100% ചാൻസസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുന്ന എല്ലാവരും പറഞ്ഞ രേണു സുധിയെ കുറിച്ചിട്ടാണ്. രേണു സുധിയും ഒരു 99% വരാൻ ചാൻസുകൾ കാണുന്നുണ്ട്. അപ്പം എനിക്കറിയത്തില്ല, ഇപ്പം കുറേ പേഴ്സണലായിട്ട് കുറേ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ രേണു സുധിക്കും വരുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. രേണു സുധിയും വരാനുള്ള ചാൻസുകളുണ്ട്, അറിയത്തില്ല. അപ്പോൾ അടുത്ത് പറയുന്നത് പിന്നെ പുതിയതായിട്ട് കേട്ടൊരു പേരാണ് രേഖ. ഇതൊരു പേര് രേഖ. നമ്മുടെ ആക്ട്രസസ് ആയുള്ള രേഖ, ഫേമസ് ആക്ട്രസസ് ആയിട്ടുള്ള ഒരു രേഖയുടെ പേര് പറയുന്നുണ്ട്. സീരിയൽ ആക്ട്രസസ് ആണ്, രേഖയുടെ പേര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഐശ്വര്യ നമ്മുടെ കല്യാണി, നമ്മുടെ സീരിയലുണ്ടല്ലോ, ഏഷ്യാനെറ്റ് സീരിയൽ, അതിൽ ആക്ട്രസസ് ആയ കല്യാണിയുടെ പേര് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അഞ്ജലിയുടെ പേര് പറയുന്നുണ്ട്. അഞ്ജലി എനിക്കറിയത്തില്ല, എനിക്കത് ഉറപ്പിൽ ഉള്ള കാര്യമല്ല, പക്ഷെ ഉണ്ടെന്നിങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. അഞ്ജലി വരാൻ ചാൻസസ് ഉണ്ട്. പിന്നുള്ളത് അവന്തിക, ആ സീരിയൽ ആക്ട്രസസ് ആയ അവന്തിക വരാനുള്ള ചാൻസസ് ഞാൻ കാണുന്നല്ല, എല്ലാവരും യൂട്യൂബേഴ്സ് പറയുന്നതാണ്, എല്ലാം വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പാനി ശരത്ത് ആക്ടറായിട്ടുള്ള അപ്പാനി ശരത്ത് വരാൻ ചാൻസസ് കാണുന്നുണ്ട്. എല്ലാവരും പറയുന്നു 90%, 100% ഉറപ്പെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കണ്ടറിയാം. ഇപ്പം നീ കിടക്കുന്നുണ്ടല്ലോ, ഒരു 2-3 ആഴ്ച കൂടുതൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, വരാൻ ചാൻസസ് പറയുന്നുണ്ട്. ലാസ്റ്റ് മുമ്പിൽ നമുക്ക് 100% നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ബബിത, എൻ്റെ മനസ്സിലും വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ളതും വരണമെന്ന് ആഗ്രഹമുള്ളതും ഒരാളാണ് ഈ ബബിത. കണ്ടൻറ് ക്രിയേറ്ററാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിയുടെ ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെ. കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് ബബിതയുടെയും പേര് കാണുന്നുണ്ട് വരുന്ന കൂട്ടത്തിൽ. അതുപോലെ ഷാരിക, ഇൻ്റർവ്യൂറായ ഷാരികയുടെ പേര് പറയുന്നുണ്ട്. അവർ വന്ന കുറച്ച് ബഹളം ഉണ്ടാക്കുന്നു. എനിക്കറിയത്തില്ല, കാണുന്ന പോലെ ആയിരിക്കത്തില്ല റിയാലിറ്റിയിൽ, പക്ഷെ അവർ വരുന്നവരുടെ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ പേര് ഉറപ്പായിട്ടും പറയുന്നുണ്ട്. ആദിത്യൻ ജയൻ്റെ പേര് പറയുന്നുണ്ട്. അറിയത്തില്ല, എനിക്കറിയില്ല, എല്ലാവരും പറയുന്നത് കേട്ടിട്ടാണ്. പുള്ളിക്കാരൻ്റെ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ 10-11 പേരിപ്പം വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളിപ്പം പറഞ്ഞേക്കുന്ന എല്ലാം സീരിയൽ ആക്ട്രസസ്, അതിലൊരാളെ കണ്ട സിംഗറും അങ്ങനെയുള്ളൂ. അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാരിങ്ങനെ വരാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ സ്പോർട്സിൻ്റെ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. സ്പോർട്സിൻ്റെ ആരും പറയുന്നത്, സ്പോർട്സിൻ്റെ ആയാലും ട്രെയിനിയുടെയൊക്കെയാണ്, നമ്മുടെ ജിം ട്രെയിനർ, അങ്ങനത്തെ കുറേ കാറ്റഗറീസ് വരാനുണ്ട്. കോമണർ വരാനുണ്ട്. അങ്ങനെ ഇതിപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളും സീരിയൽ ആക്ട്രസും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നൊക്കെ മാറാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വരട്ടെ, നല്ലോണം കളിക്കട്ടെ. ഇവരെല്ലാം ഫോട്ടോസ് ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്. എനിക്ക് അറിയാം, പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയാണ് എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്നും പറയാം. ഒരു 60-70% ഉറപ്പും എൻ്റെ ഉറപ്പാണ്. ഞാൻ കണ്ടിട്ടുള്ള അവർ പറയുന്നത് വെച്ചിട്ട് എൻ്റെ ഉറപ്പിൽ പറയുന്നതാണെങ്കിൽ, ഞാൻ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ഇല്ലാത്ത എനിക്കറിയത്തില്ല, പക്ഷെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുള്ള എൻ്റെ മനസ്സിൽ തോന്നിയ 100% ഉറപ്പുള്ള ആൾക്കാരാണിത്. അപ്പം നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു
വീഡിയോസുമായി ബിഗ് ബോസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.